ഇന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ദിവസം ഹാജിമാർ അറഫയിൽ നിന്ന് മടങ്ങി മുസ്ദലിഫയിൽ രാപ്പാർത്ത് യൗമുൻ നഹർ അഥവാ ബലിയുടെ ദിവസമായി ആചരിക്കുന്ന സന്ദർഭമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിന്റെ അതിഥികളായി അവിടെ എത്തിച്ചേർന്ന സഹോദരങ്ങൾ മിനിയാന്ന് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് അവർ പ്രവേശിച്ചു. ഇഹ്റാമിന്റെ വേഷവിധാനങ്ങളോടുകൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് തൽബിയത്ത് മന്ത്രങ്ങളുമായി മിനയിലെ ടെന്റിലേക്കാണ് അവർ ആദ്യം പ്രവേശിച്ചത്. ദുൽഹജ്ജ് 8 യൗമുർ റുഖിയ യൗമുൽ തർവിയ, സ്വപ്നത്തിന്റെ ദിവസമെന്നും ഹാജിമാർ വെള്ളം ശേഖരിക്കുന്ന ദിവസമെന്നുമൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ദുൽഹജ്ജ് 8 ശേഷം ഇന്നലെ പ്രഭാതത്തോടുകൂടി അവർ അറഫയിൽ സമ്മേളിച്ചു. അറഫയിൽ നിന്ന് സൂര്യാസ്തമയത്തിന് മുൻപായി മുസ്ദലിഫയിലേക്ക് മടങ്ങി മുസ്ദലിഫയിൽ രാപ്പാർത്തു. മുസ്ദലിഫയിൽ നിന്ന് ഇന്ന് മുതൽ ഇനിയുള്ള 4 ദിവസങ്ങൾ ഇന്ന് ആദ്യത്തെ ജംറയിൽ 7 കല്ലുകൾ എറിയേണ്ടതുണ്ട്, അറവ് നടത്തേണ്ടതുണ്ട്. പിന്നീടുള്ള 3 ദിവസങ്ങളിൽ 63 ചരൽക്കല്ലുകൾ കൈവശം, ബാക്കിയുള്ളത് 21 വീതം 3 ദിവസങ്ങളിൽ 3 ജംറകളിലായി എറിഞ്ഞു തീർക്കേണ്ടതുണ്ട്. തവാഫും സഅയും ചെയ്യേണ്ടതുണ്ട്, മുടി മുറിക്കേണ്ടതുണ്ട്. ഈ 6 ദിവസങ്ങൾ കൊണ്ട് നിർവഹിക്കാനുള്ള കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനു മുൻപ് ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരുമായ ആളുകൾക്കറിയാം. തവാഫും സഅയും നിർവഹിക്കുക എന്നാൽ ഏറെ കവിഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പൂർത്തിയാകുന്ന കർമ്മമാണ്. ചരൽക്കല്ലുകൾ 70 എണ്ണം ശേഖരിച്ചത് എറിയാൻ കല്ലെറിയുക എന്നത് ലക്ഷ്യമല്ലാത്തത് കൊണ്ട്, കല്ലെറിയുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ 70 ചരൽക്കല്ലുകൾ എറിഞ്ഞു തീർത്താൽ മതിയാവും. പക്ഷെ ആ ജംറകളിലേക്ക് പുറപ്പെടുന്ന ഓരോ ഹാജിയും ആ കല്ലെറിയുന്നതിന്റെ പിന്നിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ വായിച്ചെടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് 3 ദിവസമാക്കി മാറ്റിയത്. അതല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര ലളിതമാണ്. 21 ചരൽക്കല്ലുകൾ 3 ജംറകളിലായിട്ട് എറിയണം. അല്ലെങ്കിൽ ഈ 4 ദിവസങ്ങൾ കൊണ്ട് 70 ചരൽക്കല്ലുകൾ എറിയണം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 70 ചരൽക്കല്ലുകൾ എറിയാൻ 4 ദിവസങ്ങൾ, അല്ലെങ്കിൽ ഈ തവാഫും സഅയും ഒക്കെ ചെയ്യാൻ ഇത്രയേറെ സമയം? യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ഞാൻ എന്റെ ഒരു വ്യക്തിപരമായ നിരീക്ഷണം നടത്തുമ്പോൾ എന്താണ് ഈ കർമ്മങ്ങളുടെ ആകെ തുക എന്ന് പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതകരമായ ചില കാഴ്ചപ്പാടുകളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഹാജിമാർ മിനയിലെ ടെന്റിൽ പ്രവേശിച്ചത് മുതൽ 6 ദിവസങ്ങൾ, ഈ 6 ദിവസങ്ങളിൽ അവർ എന്താണ് ചെയ്തത്? ബാഹ്യമായ അർത്ഥത്തിൽ ഏതെങ്കിലും ആരാധനകൾ, നമസ്കാരമോ നോമ്പോ പോലെ, അല്ലെങ്കിൽ ബാഹ്യമായ അർത്ഥത്തിൽ ആരാധനകളുടെ ഹാവഭാവമുള്ള മുസ്ദലിഫയിൽ കിടന്നുറങ്ങി, മിനയിൽ വലദോഷം തിരിഞ്ഞ് കിടന്നുറങ്ങി, നമസ്കാരത്തിന്റെ സമയമായപ്പോൾ നമസ്കരിച്ചു. ഇന്ന് 20 ലക്ഷത്തിലധികം ഹാജിമാരിങ്ങനെ ഒരുമിച്ച് കൂടി നിൽക്കുകയാണ്. ജുമാ നമസ്കരിക്കുന്നുണ്ടോ? ഹാജിമാർ ജുമാ നമസ്കരിക്കുന്നില്ല, അവർക്ക് ളുഹർ നമസ്കരിച്ചാൽ മതി. അവർ യാത്രയുടെ ഭാഗമാണ്.
ഇനി അറഫ മൈതാനിയിൽ സമ്മേളിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയാണ് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ ആ വെള്ളിയാഴ്ച പോലും അവിടെ ജുമാ നമസ്കാരമില്ല. ഇത്രയേറെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തടിച്ചുകൂടിയ മുഴുവൻ മനുഷ്യരും ഉണ്ടായിരിക്കെ വെള്ളിയാഴ്ചയാണ് അറഫയിൽ ഒരുമിച്ച് കൂടുന്നതെങ്കിൽ പോലും അവിടെ ജുമാ നമസ്കരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ബാഹ്യമായ ഒരർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ആരാധനകളുടെ മൂർത്തമായ രൂപം യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷെ ഈ 6 ദിവസങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാജിയെ പാകപ്പെടുത്തിയെടുത്തത് ലിയഷ്ഹദു മനാഫിഅ ലഹും എന്നാണ് വിശുദ്ധ ഖുർആൻ. അവരെ ഹജ്ജിന് വന്നതിന്റെ ലക്ഷ്യം, ഉദ്ദേശം അവർക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ള പ്രയോജനങ്ങൾ അവർക്ക് സാക്ഷിയാകണം, അവരതിന് സാക്ഷിയാകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങൾ കൊണ്ടാണ്. 7-ാം ദിവസം സുമ്മസ്തവ അലൽ അർശ്, 7-ാം ദിവസം അതിന്റെ ആധിപത്യം ഏറ്റെടുത്തു എന്നതാണ് വസ്തുത. അപ്പൊ 6 ദിവസങ്ങൾ കൊണ്ട് ആ ദിവസങ്ങളുടെ ദൈർഘ്യവും കാലയളവും ഒക്കെ മാറ്റിവെക്കുക. കാരണം അതൊക്കെ നമ്മുടെ സങ്കല്പത്തിനും നമ്മുടെ ഭാവനകൾക്കും അപ്പുറമാണ്. പക്ഷെ 7-ാം ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ ആധിപത്യം ഏറ്റെടുത്തു എന്ന് പ്രയോഗിക്കുമ്പോൾ ഒരു വേള അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ ഒരു നിരീക്ഷണത്തിൽ ഈ ഹാജിമാരുടെ ഹജ്ജ് കർമ്മങ്ങളോട് സമീകരിക്കാൻ കഴിയും. 6 ദിവസങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹാജിയെ പാകപ്പെടുത്തിയെടുത്തത് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച് 7-ാം ദിവസം ആധിപത്യം ഏറ്റെടുത്തു എന്നതുപോലെ 6 ദിവസങ്ങൾ കൊണ്ട് ഈ ഹാജി നിർവഹിച്ച അവന്റെ ഓരോ അമലുകളിലൂടെ നടക്കേണ്ടിടത്ത് നടന്നു, ഇരിക്കേണ്ടിടത്ത് ഇരുന്നു, കിടക്കേണ്ടിടത്ത് കിടന്നു, പ്രാർത്ഥിക്കേണ്ട സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചു. ഈ 6 ദിവസങ്ങൾ കൊണ്ട് അവൻ നേടിയെടുത്ത ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് അവനെ തന്നെ പാകപ്പെടുത്തിയെടുത്തിരിക്കുന്നു. എന്തിന്? ഈ 6 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ജീവിക്കുന്ന എന്റെ ചുറ്റുപാടിലേക്ക് ഇറങ്ങാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ ഹജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നവനാണ്, അല്ലെങ്കിൽ ഞാൻ ഹജ്ജ് എന്ന് പറയുന്ന അതിമഹത്തായ ആരാധനാകർമ്മമൊക്കെ നിർവഹിച്ച് ഒരുപാട് ത്യാഗമൊക്കെ സഹിച്ച് മടങ്ങി വന്നവനാണ്. ഇനി ഞാൻ ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ടിരിക്കട്ടെ, ഇനി ഞാൻ പള്ളിയുടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടട്ടെ, ഇനി ഞാൻ ദിക്റുകളും ദുആകളും വിശുദ്ധ ഖുർആൻ പാരായണവും ഒക്കെ ആയിട്ട് ജീവിതത്തിന്റെ ആത്മീയ മേഖലയിലെ ഒന്ന് പുഷ്ടിപ്പെടുത്തട്ടെ എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ പോയി. അങ്ങനെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ടല്ല അവരെ ഹജ്ജിന് അള്ളാഹു വിളിച്ചത്. അപ്പൊ അവനെ അള്ളാഹു ഹജ്ജിന് വിളിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ ഈ 6 ദിവസത്തെ കർമ്മങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ ആധിപത്യം ഏറ്റെടുത്തതുപോലെ അവൻ ഈ ഭൂമിയിൽ അവനായി ജീവിക്കേണ്ടതുണ്ട്. എങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഓതി വെച്ച സൂക്തം വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫിലെ 108-ാമത്തെ ആയത്താണ്. അവന്റെ ജീവിതം ഒരു വലിയ പ്രഖ്യാപനമാണ്. എന്താണ് ആ പ്രഖ്യാപനം എന്ന് ചോദിച്ചാൽ, ഖുൽ ഹാദിഹി സബീലി, ഖുൽ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. ഞാൻ എന്റെ മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്റെ മാർഗം എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു മാർഗമുണ്ട്. വേറെ പലരായിട്ട് കാണിച്ചു തന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. പലരായിട്ട് എന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചെടുത്ത ഒരുപാട് മാർഗങ്ങളും വഴികളും ആ വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. പക്ഷേ ഖുൽ ഹാദിഹി സബീലി, പറയുക, ദാ ഇതാകുന്നു എന്റെ മാർഗം. അദ്ഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നതിന്റെ പ്രതീകം, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ വെളിച്ചം എവിടെയാണോ ഇരുട്ടുള്ളത് ആ ഇരുട്ടുള്ളിടത്തേക്ക് വെളിച്ചം പ്രസരിപ്പിക്കുക എന്നാണ്. ഇരുട്ടുള്ളിടത്തെ വെളിച്ചത്തിന് പ്രസക്തിയുള്ളൂ. ഇരുട്ടില്ലാത്തടത്ത് വെളിച്ചം എന്തിനാ? അപ്പൊ ഇതാണ് എന്റെ മാർഗം. ആ മാർഗത്തിൽ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, എന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു.
എന്റെ കൈവശമുള്ള ഈ വെളിച്ചവുമായി എവിടെയാണോ ഇരുട്ടുള്ളത് ആ ഇരുട്ട് മുറ്റിയിടത്ത് വെളിച്ചം ആവശ്യമുള്ളവന് ആവശ്യമുള്ള കോലത്തിൽ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇതല്ലേ ഹജ്ജിലൂടെ സ്ഥാപിക്കപ്പെടുന്നത്. ആ സ്ഥാപിക്കപ്പെടുന്നതിലേക്ക് തെറ്റിദ്ധരിക്കുന്ന നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയ ആളുകൾക്ക് മാത്രമേ അത് ബാധ്യതയുള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. ഈ ഹജ്ജിന് പോയ ആളുകൾ ഇന്നു മുതൽ ഇനിയങ്ങോട്ടുള്ള 4 ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്നു മുതൽ ഇനിയുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ അവസാനിക്കുന്നത് വരെ അവർ കല്ലെറിയുന്നുണ്ടെങ്കിൽ ആ കല്ലെറിയുന്ന സന്ദർഭങ്ങളെ മാത്രമല്ല ആ ദിവസങ്ങളിൽ ഓർമ്മ വരുമ്പോഴൊക്കെ തക്ബീർ മുഴക്കണമെന്നത് നമ്മളോടുള്ള ആജ്ഞാപനമാണ്. എന്തിനാ നമ്മൾ തക്ബീർ മുഴക്കിയത്? വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ബലിമാംസമുണ്ട്, അത് തിന്നു തീർക്കേണ്ട സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണോ? അല്ലെങ്കിൽ ബലിയെടുക്കേണ്ട സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാനാണോ? അതിനാണെങ്കിൽ പ്രത്യേകിച്ച് തക്ബീർ കൊണ്ട് നമ്മളെ ഇങ്ങനെ നിരന്തരം ഓർമ്മകളിലൂടെ സഞ്ചരിപ്പിക്കേണ്ട ഒരു ആവശ്യം അല്ലാഹുവിനില്ല. നിങ്ങളെ കൊണ്ട് തക്ബീർ മുഴക്കുന്നത് നമസ്കാര വേളകൾക്ക് ശേഷം മാത്രമല്ല. നമ്മൾ അങ്ങനെ ശീലിച്ചു പോയി. നമസ്കാരം കഴിഞ്ഞിട്ട് തക്ബീർ ചെല്ലണം. അയ്യാമു തശ്രീഖ് നമസ്കാരം കഴിഞ്ഞിട്ടല്ല. നമസ്കാരം കഴിഞ്ഞ് അയ്യാമു തശ്രീഖിന്റെ അസർ വരെ, അസറിന് ശേഷം തക്ബീർ മുഴക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അസറിന് ശേഷം എന്ന് പറഞ്ഞാൽ മഗ്രിബ് വരെ സമയമുണ്ട്. ഞാൻ ആ സമയത്തിന്റെ സവിശേഷത പറയാനല്ല, നമ്മൾ ധരിച്ചു വെച്ചായ നമ്മുടെ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. നമ്മളെ കൊണ്ട് തക്ബീർ മുഴക്കിയിട്ട് അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് നിരന്തരം പറയിപ്പിച്ചുകൊണ്ടിരുന്നത് മനുഷ്യ. നിന്റെ നാട്ടിൽ നിന്ന് നിന്റെ പ്രതിനിധിയായി പോയ ഒരുപാട് ആളുകൾ ജംറകളിൽ കല്ലെറിയുന്നുണ്ട്. എന്തിനാ ജംറകളിൽ കല്ലെറിഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ പിശാച് നിരാശനായി മടങ്ങിയിരിക്കുന്നു. അറഫയുടെ ദിവസം അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. പിശാച് നിരാശനായി മടങ്ങിയിരിക്കുന്നു. ഈ ഭൂമിയിൽ പിശാചിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല എന്ന കാര്യത്തിൽ അവന് നിരാശനാകേണ്ടിയിരിക്കുന്നു. ഇബാദത്ത് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരിക്കലും ഇബാദത്ത് ചെയ്യുകയില്ല. പക്ഷെ ഇബ്ലീസ് സംതൃപ്തനാകും. ഏത് കാര്യത്തിൽ? നിങ്ങളുടെ ചെറിയ ചെറിയ അനുസരണങ്ങളിൽ പോലും. അതും ഒരു താക്കീതാണ്. ആ പറഞ്ഞ വർത്തമാനത്തിന് 2 ഭാഗമാണ്. നിങ്ങൾ ഇബ്ലീസിനെ ഇബാദത്ത് ചെയ്യോ ഇല്ല എന്ന കാര്യത്തിൽ ഇബ്ലീസ് നിരാശനാണ്, ശരിയാണ്. പക്ഷെ നിങ്ങളുടെ കൊച്ചു കൊച്ചു അനുസരണങ്ങൾ കൊണ്ട് ഇബ്ലീസ് സായുജ്യമടയും, സംതൃപ്തനാകും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പിശാചിനെതിരെയുള്ള യുദ്ധ പ്രഖ്യാപനം, ഞാനൊരു ഹിസ്ബുള്ളയായി മാറിയിരിക്കുന്നു. നാട്ടിൽ നിന്ന് പോയ ഹാജി ഇബാദുള്ളയായിരുന്നു, അള്ളാഹുവിന്റെ അടിമയായിരുന്നു. ദുൽഹജ്ജ് 8-ന് ഈ മനുഷ്യൻ ഇഹ്റാമിന്റെ വേഷമെടുത്ത് അണിഞ്ഞതോടുകൂടി മുയൂഫുർ റഹ്മാൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതിഥിയായി. 6 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജംറകളിൽ കല്ലെറിയാൻ പുറപ്പെടുന്നതോടുകൂടി ഈ മനുഷ്യൻ ഓരോ കർമ്മങ്ങളിലൂടെ അറഫ മൈതാനിൽ നിന്ന് മടങ്ങി ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ ശേഖരിച്ചതോടുകൂടി ഞാൻ ഹിസ്ബുള്ളയായി മാറിയിരിക്കുന്നു, അള്ളാഹുവിന്റെ സൈന്യത്തിലെ ഒരു അംഗമായി മാറിയിരിക്കുന്നു. ആ അള്ളാഹുവിന്റെ സൈന്യത്തിലെ അംഗമായി മാറിയ ഞാൻ എല്ലാ പൈശാചികതകളോടും യുദ്ധപ്രഖ്യാപനം നടത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അവരറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചരൽക്കല്ലുകൾ എറിയുന്ന സന്ദർഭങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും തക്ബീർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നത് നമ്മൾ അവരായി മാറുന്നു. അവർ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കെൽപ്പും തന്റെ ഇടവുമുള്ള, ഇത്രയും പണം മുടക്കി എനിക്കിവിടെ വരാൻ കഴിയുമെങ്കിൽ, എന്റെ ആരോഗ്യവും എന്റെ സമ്പത്തും വിനിയോഗിച്ച് എനിക്കിവിടെ വരാൻ കഴിയുമെങ്കിൽ, എന്റെ ബിസിനസ്സും കച്ചവടവും ഒക്കെ മാറ്റിവെച്ച് എത്ര ആളുകളുണ്ടെന്നറിയോ? കച്ചവടം മാറ്റിവെച്ച് അല്ലെ, നമുക്കറിയാം, നമുക്കിടയിൽ നിന്ന് പോയ ആളുകളുണ്ട്. പല ആളുകൾ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അവർക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നവരുടെ കച്ചവടം നിയന്ത്രിക്കാം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? 40 ദിവസം ഹജ്ജിന് വേണ്ടി നാട്ടിൽ നിന്ന് പോയ മനുഷ്യൻ, എല്ലാ കച്ചവടവും മാറ്റിവെച്ച് എല്ലാ ബിസിനസ്സും മാറ്റിവെച്ച് പുറപ്പെട്ട മനുഷ്യൻ ഇന്ന് വരെ ആരുടെയെങ്കിലും ബിസിനസ്സുകളിൽ തകർച്ച നേരിട്ടുണ്ടോ ഹജ്ജിന് പോയതിന്റെ പേരിൽ? ഞാൻ മുൻപൊരു ഫുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ചു എന്ന കാരണത്താൽ ഒരാളുടെയും ബിസിനസ് നഷ്ടത്തിലേക്ക് കൊണ്ടുവരുത്തിയിട്ടില്ല.
കാരണം ആ ബിസിനസിന്റെ ഖലീഫയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവരെ, ഓരോ ഹാജിയും ജംറകളിൽ കല്ലെറിയുന്നതോടുകൂടി ഞാൻ അള്ളാഹുവിന്റെ സൈന്യത്തിലെ ഒരു അംഗമായി മാറിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി നിലകൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും തക്ബീർ മുഴക്കുന്നത്. ആ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരുപാട് തിരിച്ചറിവുകൾ, അതിനെയാണ് അറഫ എന്ന് നാം പേര് വിളിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ നടത്തിയ ഖുത്ബത്തുൽ വിദാ അല്ലെങ്കിൽ വിടവാങ്ങൽ പ്രഭാഷണമുണ്ട്. വളരെ വൈകാരികമായ, ഏതാണ്ട് 1,24,000-ഓളം വരുന്ന സഹാബാക്കളെ സാക്ഷിയാക്കി അറഫ മൈതാനിയിലെ ജബലുർ റഹ്മാൻ എന്ന് പറയുന്ന ചെറിയ കുന്നിന്റെ ചുവട്ടിൽ ഖസ്വ എന്ന് പറയുന്ന പെൺപൊട്ടകത്തിന്റെ പുറത്തിരുന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. അവിടെ കൂടിയവരെല്ലാവരും വിശ്വാസികളാണ്. അവിടെ കൂടിയ മുഴുവൻ ആളുകളും 1,24,000-ഓളം ആളുകൾ. അതിന്റെ തൊട്ട് മുൻപത്തെ വർഷം ഹിജറ 9-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹജ്ജിന് വന്നിട്ട് അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ റസൂൽ ഹജ്ജിനുണ്ടാകും എന്ന പ്രഖ്യാപനം നടത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചു വന്ന വിശ്വാസികളാണ്. പക്ഷെ ആ വിശ്വാസികളെ എന്നായിരുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചത്. ഓരോ അഭിസംബോധനയും ഓരോ വാക്കിലും അയ്യുഹന്നാസ് എന്ന് വിളിച്ചുകൊണ്ടാണ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധന. നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധികളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംസാരിക്കാനുള്ളത് മുഴുവൻ മനുഷ്യരോടുമാണ്. അത് ഉമ്മത്ത് മുസ്ലിമയോട് മാത്രമല്ല എന്നതാണ് ആ വിളിയിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. അയ്യുഹന്നാസ് ഇസ്മഊ മിന്നീ ലക്കും ഉബയ്യിനു ലക്കും ഫഇന്നീ ലാ അദ്രീ ലഅല്ലി ലഅൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇസ്മഊ മിന്നീ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. ഉബയ്യിനു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ഈ വർഷത്തിന് ശേഷം ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനോ നിങ്ങളെ കണ്ടുമുട്ടാനോ നിങ്ങളോട് സംസാരിക്കുവാനോ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ആലോചിച്ചു നോക്കൂ, ആ വർത്തമാനത്തിലൊരു വിടവാങ്ങലിന്റെ സ്വഭാവമുണ്ട്. ആ വർത്തമാനത്തിലൊരു യാത്ര ചോദിക്കലിന്റെ വിടവാങ്ങി പോകുന്നവന്റെ ഭാവമുണ്ട്. ആ സഹാബാക്കൾ ഒന്നടങ്കം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പെണ്ണൊട്ടകത്തിന്റെ പുറത്തിരുന്ന് പറയുന്ന വാക്കുകൾക്ക് കാതോർത്ത് നിശബ്ദമായി, പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറയുന്നത് പോലെ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയോടുകൂടി അവർ കാതോർത്തിരുന്നു. ആ കാതോർത്തിരിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഏറ്റവും ആദ്യത്തെ പ്രഖ്യാപനം, തീർച്ചയായും നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ സമ്പത്ത്, ഇത് മൂന്നും ഹറാമുൻ അലൈക്കും കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഇലാ യൗമി തുലഖൗനഹു. ഈ മൂന്ന് സംഗതികൾ, മനുഷ്യന്റെ സമ്പത്ത്, മനുഷ്യന്റെ ജീവൻ, മനുഷ്യന്റെ അഭിമാനം, ഈ മാസത്തേക്കാൾ, ഈ ദിവസത്തേക്കാൾ, ഏറ്റവും പരിശുദ്ധമായ ഈ നാടിനേക്കാൾ പവിത്രമാണ് നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാള് വരേക്കും അങ്ങനെ തന്നെയാണ്. ആലോചിച്ചു നോക്കൂ, ലോകത്തെ ഏറ്റവും ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വർത്തമാനമാണ്. കൊല്ലയും കൊള്ളയും അങ്ങനെ ധാരാളം കൊലപാതകങ്ങളിലൂടെ ജീവിച്ചു വന്ന, യുദ്ധങ്ങളിലൂടെ ജീവിച്ചു വന്ന, രക്തച്ചൊരിച്ചിലുകളിലൂടെ ജീവിച്ചു വന്ന, പിടിച്ചെടുക്കലുകളിലൂടെ ജീവിച്ചു വന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മനുഷ്യരുടെ മുഴുവൻ, മുസ്ലിമിന്റെ എന്നല്ല മുഴുവൻ മനുഷ്യരുടെയും സമ്പത്ത്, ജീവൻ, അഭിമാനം, ഇത് മൂന്നും പവിത്രമാണെന്നും അതിന്റെ നേരെ കയ്യേറ്റം നടത്താൻ ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല
അധികാരം നൽകിയിട്ടില്ലെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ഈ വർഷത്തെ ഹജ്ജിനെ നമ്മൾ വേറെ ചില തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ലോകത്ത് ഫലസ്തീൻ ജനതയുടെ നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങളുടെ നേരെ നിശബ്ദമായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രം, അല്ലെങ്കിൽ നിശബ്ദമായി നിലകൊള്ളുന്ന ഒരു വലിയ ജനസമൂഹം എങ്ങനെയാണ് അറഫ മൈതാനിയിലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രഖ്യാപനങ്ങളെ മുഖവിലക്കെടുക്കുക എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ നിശബ്ദരായി പോയൊരു സമൂഹം അറഫ മൈതാനിയിലെ ഹാജിമാരെ സ്വാഗതം ചെയ്യുന്നിടത്തും ആതിഥേയരായി മാറുന്നിടത്തുമൊക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ മാറ്റിവെച്ച സമൂഹത്തിന്റെ നിഷ്ക്രിയത്വത്തെ നമുക്ക് പഠിക്കാൻ കഴിയണം. ഞാൻ സൂചിപ്പിച്ചു വന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ മൈതാനിയിൽ നടത്തിയ ഒന്നാമത്തെ പ്രഖ്യാപനം മനുഷ്യന്റെ സമ്പത്തും മനുഷ്യന്റെ ജീവനും മനുഷ്യന്റെ അഭിമാനവും പവിത്രമാണ് എന്ന പ്രഖ്യാപനത്തോടെയാണ്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. തീർച്ചയായും നിങ്ങൾ അറിയേണ്ടതുണ്ട്, മനുഷ്യരെ നിങ്ങൾ അറിയേണ്ടതുണ്ട്, നിങ്ങളുടെ റബ്ബ് ഏകനായ റബ്ബാകുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഇലാഹുകൾ, നിങ്ങൾക്ക് ഒരുപാട് ആരാധനാമൂർത്തികൾ, നിങ്ങൾക്ക് ഒരുപാട് ആരാധ്യന്മാരില്ല. നിങ്ങളുടെ മുമ്പിൽ മുഴുവൻ മനുഷ്യർക്കും ഏകനായ ഇലാഹിലേക്ക് വഴി കാണിക്കപ്പെടേണ്ടതുണ്ട്. വൈന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരൊറ്റ പിതാവിൽ നിന്നാണ്, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നാണ് നിങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ മനുഷ്യർക്കും ഒരൊറ്റ ദൈവസങ്കല്പം, മുഴുവൻ മനുഷ്യരും രൂപപ്പെട്ടത് ഒരൊറ്റ മനുഷ്യനിൽ നിന്നാണ്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അഅ്ജമിയ്യിൻ. ഒരു അനറബിക്കോ അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഏതെങ്കിലും തരത്തിലുള്ള യാതൊരു പ്രാധാന്യവും സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏതെങ്കിലും സൗകര്യത്തിന്റെ അടിസ്ഥാനത്തിൽ, കഴിവുകളുടെ അടിസ്ഥാനത്തിൽ, കുടുംബ മഹിമയുടെ അടിസ്ഥാനത്തിൽ, പ്രാദേശികമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ മികച്ചതാണ് എന്ന പരിഗണനകളില്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. വലഖദ് കറംനാ ബനി ആദം, വിശുദ്ധ ഖുർആൻ തീർച്ചയായും നാം ആദം സന്തതികളെ, മനുഷ്യ സമൂഹത്തെ നാം ആദരിച്ചിരിക്കുന്നു. മുസ്ലിമിനെയല്ല, ഏതെങ്കിലും പ്രദേശത്തെയല്ല, ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നവരെയല്ല, മുഴുവൻ മനുഷ്യരെയും നാം ആദരിച്ചിരിക്കുന്നു എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. നിങ്ങൾ ജാഹിലിയ്യത്തിൽ നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന പലിശയെ നിങ്ങൾ നിരാകരിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ അറഫയിൽ പ്രഖ്യാപിക്കുന്നു. സത്യവിശ്വാസികൾ അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന സാഹോദര്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു. സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ഇണകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അമാനത്തുകളാണെന്നും ആ അമാനത്തുകളെ കൈകാര്യം ചെയ്യുന്നിടത്ത് അള്ളാഹുവിന്റെ നിയമ പരിധികൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നും, സ്ത്രീക്ക് പുരുഷന്റെ മേൽ അവകാശങ്ങൾ ഉള്ളതുപോലെ പുരുഷന് സ്ത്രീയുടെ മേലും അവകാശങ്ങളുണ്ടെന്നും, ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നിടത്താണ് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ പരിഗണിക്കുന്നതെന്നും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും പിന്നെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാലോചിച്ചു നോക്കിയാൽ ഹജ്ജ് എന്ന് പറയുന്ന ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിടത്താണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ വീടുകളിലെ സർവന്റുകൾക്ക്, നിങ്ങളുടെ വീടുകളിലെ ഭൃത്യന്മാർക്ക്, ഭൃത്യകൾക്ക് നിങ്ങൾ കഴിക്കുന്ന ആഹാരം കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ധരിക്കുന്നത് പോലെ മാന്യമായ വസ്ത്രം അവരെ ധരിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ പലതും പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത്, അള്ളാഹുവിന്റെ ദീൻ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചു. അലാ ഹൽ ബല്ലഅതു, ഞാൻ ഈ ദൗത്യം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് നാളെ അള്ളാഹു നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയുമെന്ന് അവരോട് ചോദിക്കുമ്പോ ആ സഹാബാക്കൾ ഒരൊറ്റ ശ്വാസത്തിൽ കൊടുക്കുന്ന മറുപടി ബലാ യാ റസൂലല്ലാഹ്, ഷഹീദനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ
താങ്കൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് അവർ ആവർത്തിച്ചു പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ച് അല്ലാഹുമ്മ അൻത ഷാഹിദ്, അല്ലാഹുമ്മ അൻത ഷാഹിദ്, അല്ലാഹുമ്മ അൻത ഷാഹിദ്, അല്ലാഹുവേ നീയാണ് സാക്ഷി, അല്ലാഹുവേ നീയാണ് സാക്ഷി, നീയാണ് സാക്ഷി എന്ന് ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി അള്ളാഹുവിനെ സാക്ഷിയാക്കുന്നു. അവിടെ കൊണ്ട് അവസാനിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ വർത്തമാനങ്ങളുടെ ആകെ തുകയെ കൊണ്ടുവന്ന് ഒരൊറ്റ വാചകം ചേർത്ത് വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാരിച്ച ഉത്തരവാദിത്തത്തെ മുഴുവൻ മുസ്ലിം സമൂഹത്തിനുമായി വിട്ടുതരികയായിരുന്നു. ഈ സന്ദേശം ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവരിലേക്ക് ഇവിടെ ഹാജറുള്ള ഓരോരുത്തരും ഇവിടെ ഹാജറില്ലാത്തവരിലേക്ക് ഈ സന്ദേശവുമായി ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ നന്മ, നിങ്ങൾക്ക് കിട്ടിയ മൂല്യം, നിങ്ങൾക്ക് കിട്ടിയ ജീവിത വിശുദ്ധി, നിങ്ങൾക്ക് കിട്ടിയ ആദർശത്തിന്റെ മനോഹാരിത, നിങ്ങൾക്ക് കിട്ടിയ ഇസ്ലാം എന്ന് പറയുന്ന ജീവിതത്തെ മറ്റു സമൂഹത്തിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതൊരു വസീയത്തിന്റെ സ്വഭാവമുള്ള ഒരു പിതാവ് മരണപ്പെടുത്ത സമയത്ത് തന്റെ മക്കളോട് നൽകുന്ന വസീയത്തിന്റെ സ്വഭാവമുള്ളതുപോലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ വിശ്വാസികൾക്കും നൽകുന്ന ഒരു വസീയത്താണ് എന്ന് ചരിത്രകാരന്മാർ, മുഹദ്ദിസുകൾ ഈ സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട്. അഥവാ ഒരു വലിയ ഉത്തരവാദിത്തം ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചതുപോലെ ഖുൽ ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഞാൻ ഈ മാർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, തികഞ്ഞ ഉൾക്കാഴ്ചയോടുകൂടി, കേവലം ബാഹ്യമായ കാഴ്ചയിലല്ല, ബസീറത്തോടുകൂടി. എന്താണ് ഞാൻ ഈ നേടിയ മാർഗത്തിന്റെ വെളിച്ചം, എന്താണ് ഇതിന്റെ രക്ഷാമാർഗം എന്ന് പറയുമ്പോ ഇതിലേക്ക് കിട്ടുന്ന മേന്മകൾ എന്താണ്, ഞാൻ നേടിയെടുത്തിട്ടുള്ള ഈ ദീനിന്റെ ഏറ്റവും നല്ല വിജയം എങ്ങനെയാണ് കരസ്ഥമാക്കാൻ കഴിയും? ബസീറത്തോടുകൂടി നിങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ആ ബസീറത്തോടുകൂടി നിങ്ങൾ ക്ഷണിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല എന്ന പ്രഖ്യാപനത്തോടുകൂടി, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല, അള്ളാഹുവിൽ മാത്രം അഭയം തേടുന്ന, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്ന, അള്ളാഹുവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിനോട് മാത്രം എന്ന ആ മാത്രത്തെ നിരന്തരം ആവർത്തിച്ചുകൊണ്ട് അവിടെ മറ്റാരെയും പങ്കുചേർക്കാത്ത, ശിർക്ക് ചെയ്യാനില്ലാത്ത, മുശ്രിക്കാകാൻ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ എന്ന ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ വിളിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക എന്ന് പറയുന്നത്, ഹാജിമാർ ഹജ്ജ് കർമ്മത്തിൽ 6 ദിവസങ്ങൾ കൊണ്ടാണ് അവരുടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചത് എങ്കിൽ 7-ാം ദിവസം നാട്ടിലേക്ക് പോരാനുള്ള ഭാണ്ഡങ്ങളൊക്കെ കെട്ടി, ലഗേജുകളൊക്കെ കെട്ടി, ലഗേജുകൾ ശേഖരിക്കുന്ന ഒരു തിരക്കിലേക്കല്ല യഥാർത്ഥത്തിൽ അവർ മാറുന്നത്. യഥാർത്ഥത്തിൽ അവർ മാറേണ്ടത് 6 ദിവസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച് 7-ാം ദിവസം ആധിപത്യം ഏറ്റെടുത്തതുപോലെ ഞാൻ ജീവിക്കുന്ന, ഞാൻ ജീവിക്കേണ്ടുന്ന എന്റെ നാട്ടിൽ, എന്റെ ചുറ്റുപാടിൽ, എന്റെ ഭൂമിയിൽ, എന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ എന്റെ റബ്ബിന്റെ ദീൻ എന്താണോ ആ ദീനുമായി ഇറങ്ങിത്തിരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന തിരിച്ചറിവാണ് ഹാജിമാർക്കുണ്ടാകേണ്ടത്. ആ ഹാജിമാർക്കുണ്ടാകുന്ന തിരിച്ചറിവിൽ തന്നെയാണ് അവർ ജംറകളിൽ കല്ലെറിയുന്ന ദിവസങ്ങളിൽ അല്ലാഹു അക്ബർ എന്ന് ഞാൻ മുഴക്കുന്ന തക്ബീറുകൾ അവിടെ ജംറകളിൽ പിശാചിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെങ്കിൽ ഞാൻ ഇവിടെയും യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് എന്നതാണ് പ്രിയമുള്ളവരെ നമ്മുടെ തക്ബീറിന്റെ മർമ്മം എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിന്റെ ദീൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള, കേവലം സൂക്ഷിച്ച് ഭദ്രമായി കൊണ്ട് നടക്കാനുള്ള ഒന്നല്ല, അത് മറ്റുള്ളവരിലേക്ക് പരാവർത്തനം ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു സമുദായത്തെയാണ് ഓരോരുത്തരും അവനവനെ തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മവും ബലിപെരുന്നാളും ഒക്കെ നമുക്ക് മുമ്പിൽ പ്രസക്തമാകുന്നത് എന്നാണ് സൂചിപ്പിച്ചതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല മില്ലത്ത് ഇബ്രാഹിം ഏറ്റെടുക്കുന്ന ഉമ്മത്ത് മുഹമ്മദ് എന്ന ആർജവത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ എന്താണോ അത് ജീവിതത്തിൽ പുൽകുകയും ജീവിതത്തിൽ അതിന്റെ വെളിച്ചം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.